നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ലഹരി കേസുകൾ വർദ്ധിക്കുന്നു, വകുപ്പുകൾ കാര്യക്ഷമമല്ല. ആരോപണവുമായി KSU എക്സൈസ് ഓഫീസ് മാർച്ച്. പോലീസിന് നേരെ വാക്കേറ്റം, നേതാക്കൾ അറസ്റ്റിൽ. പെൻഷൻ ഉപാധികളില്ലാതെ അനുവദിക്കണം. ധർണയുമായി കർഷകർ. വന്യമൃഗ ആക്രമണം തടയാൻ നടപടി വേണം. കർഷകരുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യം. നാട്ടിലിറങ്ങി നാശം വിതയ്ക്കുന്ന മൃഗങ്ങൾക്കെതിരെ ടാസ്ക് ഫോഴ്സ്. വകുപ്പ് തല യോഗം വിളിച്ച് വനം മന്ത്രി AK ശശീന്ദ്രൻ. കാട്ടുപന്നി ആക്രമണത്തിൽ മരിച്ച കർഷകന്റെ കുടുംബത്തെയും മന്ത്രി സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. ലഹരിക്കെതിരെ എക്സൈസ്, ആഭ്യന്തര വകുപ്പുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ജില്ലാ എക്സൈസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. കളക്ടറേറ്റ് ഗേറ്റ് മറികടക്കാൻ ശ്രമിച്ച നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഉദ്ഘാടകൻ സജീവ് ജോസഫ് MLA യുടെ പ്രസംഗത്തിന് ശേഷം വിദ്യാർത്ഥികൾ കളക്ടറേറ്റ് ഗേറ്റ് മറികടക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. ഇതിൽ ഒന്നാം പ്രതി, ഈ സംഭവങ്ങളുടെ ഒന്നാം പ്രതി കേരളത്തിലെ സർക്കാരാണ്. ഇവിടെ മദ്യം നിയന്ത്രിക്കുമെന്ന് പറഞ്ഞ സർക്കാർ തന്നെ മദ്യത്തെ മാത്രമല്ല, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി ഉപഭോഗം കേരളത്തിൽ ഗണ്യമായി കുറയ്ക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് സാംസ്കാരിക നായകന്മാരെ കൊണ്ട് പറഞ്ഞ് വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിൽ വന്ന ഇടതുമുന്നണി സർക്കാർ കഴിഞ്ഞ 9 വർഷക്കാലവും ഇവിടെ കേരളത്തിൽ ലഹരി വ്യാപനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഗവൺമെന്റും ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയും അതിന്റെ നേതാക്കന്മാരും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷമായും പരോക്ഷമായും ഈ ലഹരി വ്യാപനത്തെ പിന്തുണയ്ക്കുന്ന, അതിനെ ന്യായീകരിക്കുന്ന, അതിനെ സജ്ജമാക്കി കൊടുക്കുന്ന, അതിലെ പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ് കേരളത്തിൽ രഹസ്യമായും പരസ്യമായും അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് മാറ്റാൻ ശ്രമിച്ചതോടെ പോലീസിന് നേരെ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. തുടർന്ന് നേതാക്കളായ ഫർഹാൻ മുണ്ടേരി, MC അതുൽ എന്നിവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് മാറ്റി. തുടർന്ന് പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ സജി ജോസഫ് MLA ഇടപെട്ടാണ് അനുനയിപ്പിച്ചത്. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി, അമൽ തോമസ് എന്നിവർ സംസാരിച്ചു. ആഷിഖ് അശോകൻ, രാഗീഷ് ബാലൻ, അർജുൻ കോറം തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. സിറ്റി ന്യൂസ്, കണ്ണൂർ. ലഹരി മുക്ത പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ് അവതരണം നടന്നു. വൈസ് പ്രസിഡന്റ് C പ്രസീത ബജറ്റ് അവതരണം നടത്തി. കൃഷിയും മാലിന്യ സംസ്കരണവും ഒന്നിച്ച് നടത്തുകയാണെങ്കിൽ അത് വലിയൊരു നേട്ടമായിരിക്കും. 2025 മാർച്ച് 31-നകം കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആയതിന്റെ അടിസ്ഥാനത്തിൽ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തും മുൻഗണന നൽകിയിരിക്കുന്നു. ബാലസൗഹൃദ പഞ്ചായത്ത് എന്നതും ഈ വർഷം ലക്ഷ്യമിടുന്നു. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബജറ്റ് മുൻഗണന നൽകുന്നു. കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരളത്തിന് ലഭിക്കാനുള്ള വിഹിതം അനുവദിക്കാത്തതിലൂടെ കേരളം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിലാണ് നാം ഈ ബജറ്റ് അവതരണം നടത്തുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് K ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ലഹരിമുക്ത പ്രവർത്തനങ്ങൾക്കും മാലിന്യ നിർമ്മാർജ്ജനത്തിനും വർദ്ധിച്ചുവരുന്ന രാസലഹരി വ്യാപനത്തിനുമെതിരെ വിപുലമായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്കും ജനകീയ പ്രതിരോധ നടപടികൾക്കും ബജറ്റിൽ ഊന്നൽ നൽകി. 25 ലക്ഷം രൂപ ഈ ഇനത്തിൽ ചിലവഴിക്കാൻ വകയിരുത്തിയിട്ടുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനത്തിനും ബാലസൗഹൃദ പഞ്ചായത്താക്കുന്നതിനും ബജറ്റിൽ പ്രാമുഖ്യം നൽകുന്നു. 38,77,42,860 കോടി വരവും 38,03,46,100 കോടി ചിലവും 73,96,760 ലക്ഷം മിച്ചവും പ്രതീക്ഷിക്കുന്നതായിരുന്നു ബജറ്റ്. M അജയകുമാർ, K സുരേഷൻ, D ജിഷ, CP അനിത, T രതീശൻ, G സന്തോഷ് കുമാർ, PM ബിന്ദു, MK മോഹനൻ, MV അനിൽകുമാർ, VC വാമനൻ എന്നിവർ സംസാരിച്ചു.
IHRD ക്യാമ്പസുകളിൽ സ്നേഹത്തോൺ എന്ന പേരിൽ കൂട്ടിയോട്ടം സംഘടിപ്പിക്കുന്നുവെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന അക്രമവാസനക്കെതിരെ സ്നേഹ സന്ദേശം പ്രചരിപ്പിക്കുകയാണ് സ്നേഹത്തോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർച്ച് 7 രാവിലെ ജില്ലയിലെ IHRDകളിലെ വിദ്യാർത്ഥികളും ജീവനക്കാരും സമൂഹത്തിന്റെ മറ്റു മേഖലകളിൽ ഉള്ളവരും സ്നേഹത്തോണിൽ പങ്കെടുക്കും. IHRDയുടെ കീഴിലെ 88 സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ വിവിധ നഗര കേന്ദ്രങ്ങളിൽ രാവിലെ ലഹരി വ്യാപനത്തിന് എതിരെ റൺ എവേ ഫ്രം ഡ്രഗ്സ് എന്ന പേരിലാണ് കൂട്ടിയോട്ടം. ജില്ലയിൽ IHRDയുടെ 4 സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് പരിപാടി. IHRD പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കേവലം കണ്ടന്റ് ട്രാൻസാക്ട് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് സമൂഹത്തിലെ തിന്മകൾക്കെതിരെ അവരെ അവബോധം ഉണ്ടാക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആകപ്പാടെ ചെയ്യുവാൻ സാധിക്കുന്നത് ബോധന പ്രക്രിയകളാണ്. ആ ബോധന പ്രക്രിയയുടെ ഭാഗമായിട്ട് അവബോധങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഒരു പങ്കാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. നമുക്കറിയാം, ലഹരിയുടെ മാഫിയ ശക്തമാണ്, മാത്രമല്ല അതിൻ്റെ നെറ്റ്വർക്കും ശക്തമാണ്. എന്നാൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അവിടെ ഒന്നും തന്നെ ചെയ്യുവാൻ സാധ്യമല്ല. അതിന് വിവിധ വകുപ്പുകൾ ഏകോപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. എന്നാൽ ഇത് കൂടുതൽ വ്യാപിക്കാതിരിക്കുവാൻ വേണ്ടി, മറ്റുള്ളവരിലേക്ക് പടർന്നു കയറാതിരിക്കാൻ വേണ്ടി വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക, സമൂഹത്തെ ബോധവൽക്കരിക്കുക, ഇതൊരു തടയിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് ഈ പദ്ധതികൾ അല്ലെങ്കിൽ ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതിന് IHRD നേതൃത്വം നൽകുകയാണ്. വാർത്താ സമ്മേളനത്തിൽ പട്ടുവം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പ്രിൻസിപ്പൽ KK ശ്രീനിവാസൻ, നെരുവമ്പ്രം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പ്രിൻസിപ്പൽ ജെയ്സൺ D. തോമസ്, ഇരിട്ടി EMS മെമ്മോറിയൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പ്രിൻസിപ്പൽ RP ജോന, കൂത്തുപറമ്പ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പ്രിൻസിപ്പൽ K. ദിവ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ലഹരി കേസുകൾ വർദ്ധിക്കുന്നു, വകുപ്പുകൾ കാര്യക്ഷമമല്ല. ആരോപണവുമായി KSU എക്സൈസ് ഓഫീസ് മാർച്ച്. പോലീസിന് നേരെ വാക്കേറ്റം, നേതാക്കൾ അറസ്റ്റിൽ. പെൻഷൻ ഉപാധികളില്ലാതെ അനുവദിക്കണം, ധർണയുമായി കർഷകർ. വന്യമൃഗ ആക്രമണം തടയാൻ നടപടി വേണം. കർഷകരുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യം. നാട്ടിലിറങ്ങി നാശം വിതയ്ക്കുന്ന മൃഗങ്ങൾക്കെതിരെ ടാസ്ക് ഫോഴ്സ്. വകുപ്പ് തല യോഗം വിളിച്ച് വനം മന്ത്രി AK ശശീന്ദ്രൻ. കാട്ടുപന്നി ആക്രമണത്തിൽ മരിച്ച കർഷകന്റെ കുടുംബത്തെയും മന്ത്രി സന്ദർശിച്ചു. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ DKTF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകർ കളക്ടറേറ്റ് ധർണ നടത്തി. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന സമരം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു.
കർഷക തൊഴിലാളി പെൻഷൻ 5000 രൂപയായി വർദ്ധിപ്പിക്കുക, പെൻഷൻ ഉപാധികളില്ലാതെ അനുവദിക്കുക, ആനുകൂല്യ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുക, കർഷക തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗ ആക്രമണം തടയുന്നതിന് നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കാരണം നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധിക്ക് കെട്ടിടങ്ങൾ പണിയുമ്പോൾ, ഫ്ലാറ്റുകൾ പണിയുമ്പോൾ വളരെ കൃത്യമായി അതിൻ്റെ വിഹിതം ഉദ്യോഗസ്ഥന്മാർ പിരിച്ചെടുക്കും എന്നുള്ളതുകൊണ്ട് ഒരിക്കലും ആ ക്ഷേമനിധിയിൽ പണമില്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടില്ല. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഉൾപ്പെടെയുള്ള മറ്റ് ക്ഷേമനിധികളെക്കാൾ ഏറെ വരുമാനമുള്ളതും നല്ല രീതിയിൽ മുമ്പോട്ട് പോയിരുന്നതും നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധിയാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എത്രയോ നാളുകളായി ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണകാലത്ത് സമയത്ത് ആനുകൂല്യങ്ങൾ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന, കഷ്ടപ്പെടുന്ന നിരവധിയായ ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് വള്ളിൽ നാരായണൻ അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് UV ദിനേശ് മണി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് NP ശ്രീധരൻ, റഷീദ് കവ്വായി, ശ്രീജ മഠത്തിൽ, വിജിൽ മോഹൻ, C രവി, A വാസുദേവൻ നായർ എന്നിവർ സംസാരിച്ചു. ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി C വിജയൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. 14 നാൾ നീളുന്ന തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ആയിരങ്ങളെ സാക്ഷിയാക്കി തന്ത്രി കമ്പ്രത്തില്ലത്ത് രാജേഷ് നമ്പൂതിരി കൊടിയേറ്റി. തുടർന്ന് പാലമൃതൻ പാൽക്കുടവുമായി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിറങ്ങി എത്തി. ഇനി തളിപ്പറമ്പ് ദേശത്തിന് ഭക്തി നിർഭരതയുടെ നാളുകൾ. തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവത്തിന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1-നാണ് കൊടിയേറിയത്. തുടർന്ന് പാലമൃതൻ പാൽക്കുടവുമായി ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഇറങ്ങിയെത്തി. ചടങ്ങുകളെല്ലാം ഗോവിന്ദം വിളിയോടെ ഭക്തജനങ്ങൾ ഹൃദയത്തിലേറ്റി. മഴൂർ ബലഭദ്രസ്വാമി ക്ഷേത്രത്തിൽ നിന്നും രാത്രി തൃച്ചംബരത്തേക്ക് എഴുന്നള്ളുന്നതോടെ രാമകൃഷ്ണന്മാരുടെ ബാലലീലകൾ അരങ്ങേറും. പുലർച്ചെ പൂക്കോത്തുനടയിലേക്ക് തിടമ്പെഴുന്നള്ളത്തും രാമകൃഷ്ണന്മാരുടെ നൃത്തവും നടക്കും. 14 നാൾ നീളുന്ന ഉത്സവം തൃച്ചംബരത്തുകാർക്ക് ഭക്തിയുടെ നാളുകളാണ്. 6-ന് രാവിലെ ഭജന, അഷ്ടപതി, തിരുവാതിരക്കളി എന്നിവയും നടക്കും. അന്നദാനവും ഉണ്ടാകും. സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. ഉത്സവത്തോടനുബന്ധിച്ച് കടകളെല്ലാം ദീപാലങ്കാരമാക്കി ഒരുക്കിയിട്ടുണ്ട്. സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ താണ കരുവള്ളി ശ്രീ കൂറുമ്പ ഭഗവതി കാവ് താലപ്പൊലി തെയ്യം തിറ മഹോത്സവം ഇന്ന് 2ാം ദിവസത്തിലേക്ക് കടന്നു. ഇന്നലെ രാത്രി ഗുളികൻ, വിഷ്ണുമൂർത്തി വെള്ളാട്ടവും പുലർച്ചെ കലശം വരവ്, ഗുളികൻ തിറ, വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശനം എന്നിവയും നടന്നു. തെയ്യം കലാകാരന്മാരെ ആദരിക്കാൻ കണ്ണൂരിലെത്തിയ മേജർ രവി കരുവള്ളിക്കാവിൽ ദർശനം നടത്തി. രാത്രി ശാസ്തപ്പൻ വെള്ളാട്ടം, പുലർച്ചെ വീരൻ, വീരാളി ശാസ്തപ്പൻ, രാവിലെ പുതിയ ഭഗവതി, ഉച്ചയോടെ ഭദ്രകാളി എന്നീ തെയ്യക്കോലങ്ങൾ ഇറങ്ങും. ഇന്ന് രാത്രി വേദിയിൽ കലാപരിപാടിയും അരങ്ങേറും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. നാട്ടിലിറങ്ങി നാശം വിതയ്ക്കുന്ന കാട്ടുപന്നികളെ കൊന്നൊടുക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. വന്യജീവി അതിക്രമം തടയാൻ സാധ്യമായ എല്ലാ നടപടികളും കൈക്കൊണ്ടുവരുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. മുകേരി പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്.
കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകൻ AK ശ്രീധരൻ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രി AK ശശീന്ദ്രൻ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തത്. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ രഹസ്യമായി ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സ്പെഷ്യൽ ഡ്രൈവ് നടത്തും. മാർച്ച് 15-നുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കും. കാട്ടുപന്നിയുടെ കുത്തേറ്റ് മരിച്ച ശ്രീധരന്റെ കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലി നൽകാൻ നിയമപരമായി സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. അത് ഈ കുടുംബനാഥൻ മരിച്ചുപോയ കുടുംബനാഥന് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അവരുൾപ്പെടെ ആ പ്രദേശത്ത് കഴിഞ്ഞ കുറേ കാലമായി വലിയ തോതിലുള്ള കൃഷിനാശം ഉണ്ടാകുന്നുണ്ട്. ആ കൃഷിനാശം സംബന്ധിച്ച കണക്കുകൾ വളരെ പെട്ടെന്ന് തിട്ടപ്പെടുത്തി കൃഷി ഓഫീസറോട് ആ റിപ്പോർട്ട് വനംവകുപ്പിന് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിക്കുന്ന മുറക്ക് ആ കൃഷിനാശത്തിനുള്ള തുകയും കൈമാറാൻ തീരുമാനിച്ചിട്ടിരിക്കുന്നത്. ഇവിടെ മുമ്പൊരിക്കലും ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായത്. അതൊരു പുതിയ അനുഭവമാണ്. ഈ അനുഭവത്തിൽ നിന്നും നമ്മൾ പഠിക്കുന്നത് മുൻകരുതലുകൾ കഴിയുന്നത്ര എല്ലാ സ്ഥലങ്ങളിലും സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ്. എവിടെയാണ് ഉണ്ടാവുക എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്ന ഒരു സംശയം ഇവിടെ ഉന്നയിക്കപ്പെടുകയുണ്ടായി. കൃഷിനാശമുണ്ടായ മേഖലയിൽ പരിശോധന നടത്തി ജില്ലാ കൃഷി ഓഫീസർ നഷ്ടം കണക്കാക്കി DFOവിന് നൽകിയാൽ കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം അനുവദിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം തോക്കുള്ള ജവാന്മാരുടെ സേവനം ഇക്കാര്യത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു. സാങ്കേതിക പ്രശ്നങ്ങൾ ഇക്കാര്യത്തിൽ തടസ്സമാകരുതെന്നും യോഗത്തിൽ ആവശ്യം വന്നു. തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, KP മോഹനൻ MLA, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ KS ദീപ, DFO S വൈശാഖ്, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. മലിനജലം പൊതുസ്ഥലത്തേക്ക് ഒഴുക്കിവിട്ടു. നടാലിലെ സൂര്യ റെസിഡൻസിക്ക് പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. രാത്രികാലങ്ങളിൽ മലിനജലം കണ്ടൽക്കാടുകളിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി ലഭിച്ചതിനെ തുടർന്നാണ് സ്ക്വാഡ് പരിശോധന നടത്തിയത്. സ്ഥാപനത്തിന് 25,000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ കോർപ്പറേഷന് നിർദ്ദേശം നൽകി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് എടക്കാട് സോണൽ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ മലിനജലം പൊതുസ്ഥലത്തേക്ക് ഒഴുക്കിവിട്ടതിന് നടാൽ റെയിൽവേ ഗേറ്റിന് സമീപമുള്ള സൂര്യ റെസിഡൻസിക്ക് പിഴ ചുമത്തി. സ്ഥാപനത്തിൽ നിന്നുള്ള മലിനജലം ദേശീയപാതയുടെ സൈഡിലുള്ള തോടിലേക്ക് ഒഴുക്കിവിടുന്ന രീതിയിലാണ് സ്ക്വാഡ് കണ്ടെത്തിയത്. രാത്രികാലങ്ങളിൽ മലിനജലം കണ്ടൽക്കാട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി ലഭിച്ചതിനെ തുടർന്നാണ് സ്ക്വാഡ് സ്ഥലത്തെത്തിയത്. നഗരപാലിക ആക്ട് അനുസരിച്ച് സ്ഥാപനത്തിന് 25,000 രൂപ പിഴ ചുമത്തി നടപടികൾ സ്വീകരിക്കാൻ സ്ക്വാഡ് കണ്ണൂർ കോർപ്പറേഷന് നിർദ്ദേശം നൽകി. സ്ഥാപനത്തിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ പ്രവർത്തനക്ഷമത മലിനീകരണ നിയന്ത്രണ ബോർഡുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും സ്ക്വാഡ് നിർദ്ദേശം നൽകി. പരിശോധനയിൽ സ്ക്വാഡ് ലീഡർ ലജി M, ഷരീഖുൽ അൻസാർ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രമോദ് KS, വിനീത N എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. വെണ്ടോട്ട് ചതുപ്പിൽ മാലിന്യങ്ങൾ തള്ളി കണ്ടൽക്കാട് നികത്തുന്നതായി കണ്ടെത്തി. പ്രോസിക്യൂഷൻ നടപടികളുമായി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. ഏജന്റ് വഴിയാണ് മാലിന്യങ്ങൾ തള്ളുന്നത്. മാലിന്യങ്ങൾ തള്ളാനായി കൊണ്ടുവന്ന ടിപ്പർ വാഹനം പിന്തുടർന്ന് സ്ക്വാഡ് മയിൽ പോലീസിന് വിവരം കൈമാറി. കേരള പഞ്ചായത്ത് രാജ് ആക്ടിലെ മറ്റൊരു വകുപ്പ് പ്രകാരം സ്ഥലയുടമ, ഏജന്റ് രമണൻ എന്നിവർക്ക് 5,000 രൂപ വീതം പിഴ ചുമത്തുകയും ചെയ്തു. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വേങ്ങാട് നടത്തിയ പരിശോധനയിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കണ്ടൽക്കാട്ടിലേക്ക് തള്ളി ചതുപ്പുനിലം നികത്തുന്നതായി കണ്ടെത്തി. രമണൻ K കലങ്ങോത്ത് എന്ന ഏജന്റാണ് മാലിന്യങ്ങൾ തള്ളിയിരുന്നത്. സ്ക്വാഡ് സംഭവസ്ഥലത്ത് അന്വേഷണം നടത്തി മാലിന്യം തള്ളാനെത്തിയ ടിപ്പർ ലോറി പിന്തുടർന്ന് മയിൽ പോലീസിന് വിവരം കൈമാറി. മാലിന്യം തള്ളിയതിന് രമണൻ K എന്ന വ്യക്തിക്കെതിരെയും സ്ഥലമുടമയെ കണ്ടെത്തി സ്ഥലമുടമയ്ക്കെതിരെയും കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കാനും വാഹനം പിടിച്ചെടുത്ത് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് മുമ്പാകെ കണ്ടുകെട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുവാനും സ്ക്വാഡ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകി. കൂടാതെ സംഭവസ്ഥലത്ത് തരംതിരിക്കാതെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കൂട്ടിയിട്ടതിന് കേരള പഞ്ചായത്ത് രാജ് ആക്ടിലെ മറ്റൊരു വകുപ്പ് പ്രകാരം സ്ഥലമുടമ രമണൻ K എന്നിവർക്ക് 5,000 രൂപ വീതം പിഴ ചുമത്തുകയും ചെയ്തു. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷറഫ് PP, സ്ക്വാഡ് അംഗം അലൻ ബേബി, ദിബിൻ CK, നാറാത്ത് ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അനുഷ്മ, ക്ലർക്ക് സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 8,060, പവന് 64,480 രൂപ, വെള്ളി 106 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ലഹരിക്കേസുകൾ വർദ്ധിക്കുന്നു. വകുപ്പുകൾ കാര്യക്ഷമമല്ല. ആരോപണവുമായി KSU എക്സൈസ് ഓഫീസ് മാർച്ച്. പോലീസിന് നേരെ വാക്കേറ്റം. നേതാക്കൾ അറസ്റ്റിൽ.
പെൻഷൻ ഉപാധികളില്ലാതെ അനുവദിക്കണം. ധർണയുമായി കർഷകർ. വന്യമൃഗ ആക്രമണം തടയാൻ നടപടി വേണം. കർഷകരുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യം. നാട്ടിലിറങ്ങി നാശം വിതയ്ക്കുന്ന മൃഗങ്ങൾക്കെതിരെ ടാസ്ക് ഫോഴ്സ്. വകുപ്പ് തല യോഗം വിളിച്ച് വനം മന്ത്രി കെ ശശീന്ദ്രൻ. കാട്ടുപന്നി ആക്രമണത്തിൽ മരിച്ച കർഷകന്റെ കുടുംബത്തെയും മന്ത്രി സന്ദർശിച്ചു. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.